ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളെ നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. എന്തിനാ വെറുതെ പുറത്തുനിന്ന് വാങ്ങുന്നത്? നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനാദ്യം തന്നെ വേണ്ടത് 1.5 കപ്പ് കടലമാവാണ് കേട്ടോ. കടലപ്പൊടി ഇല്ലേ, അത് ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1.5 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവ് എടുത്താൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പം ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മളെ കായപ്പൊടി ഇല്ലേ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് എരിവുള്ള ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എരിവ് നിങ്ങൾക്ക് നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് മാറ്റി വെക്കാം. കാരണം ഇതിൻ്റെ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 കപ്പ് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവ് പോലെ ഈ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് ഉണ്ടാക്കുക അതുപോലെ തന്നെ മാവ് ആക്കിയെടുക്കണം. ഇതാ നമ്മളെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ, മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൂന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആ പൗഡർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഉപ്പിട്ടിട്ട് കടലമാവ് മാത്രം ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. അപ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആവും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിടാം. നമ്മൾ വെള്ളം ആഡ് ചെയ്തല്ലേ, ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാതെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടിയത്. ഇങ്ങനെ തുള്ളി പോകണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പിൻ്റെ താഴെ നമ്മളെ കടല, മെഷീൻ കടല, പിന്നെ 1/2 കപ്പിൻ്റെ താഴെ പൊട്ടുകടലില്ലേ, അതും വേണം. ഇനി ഇതാ ഒരു 3 ചതച്ച വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടുള്ള കഴുകിയിട്ടാട്ടോ. അപ്പോൾ ഇനി 3 വറ്റൽമുളകും കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് സേവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടിൻ്റെ സംഭവമില്ലേ, അതെടുത്താൽ മതി. അതിലൊക്കെ നമുക്കൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. കാരണം ഓയിലാക്കി കൊടുത്താൽ പെട്ടെന്ന് അതിൽ അധികം പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മാവ് അതിലേക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. നല്ല ടൈറ്റാക്കി വെക്കണ്ട, അത് ജസ്റ്റ് ലൂസാക്കി അവിടെ മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് കറിവേപ്പില ആദ്യം തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആയാലും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഓയിൽ വലിച്ചെടുക്കുന്ന എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂയോ അങ്ങനെ എന്തിലേക്കും മാറ്റി വെക്കണം ഇതൊക്കെ കേട്ടോ. ഇനി ഇതാ നമ്മൾ വെളുത്തുള്ളി ഒന്ന് പൊരിച്ചെടുത്ത് അതും മാറ്റി വെക്കാം. ഇനി നമ്മളെ വറ്റൽമുളക് അതും നമുക്കൊന്ന് വറുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മളെ കടലയാണ്, പൊട്ടുകടല, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. ഇട്ടപാട് തന്നെ ആവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, മീഡിയം ടു ലോ. അപ്പോൾ അതും വറുത്തെടുത്തു. ഇനി ഞാനിത് പച്ച കടലയാണ്, അതായത് ഇത് വറക്കാത്ത കടലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. നിങ്ങൾ വറുത്തെടുത്ത കടലയാണ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലുള്ള സേവ് തയ്യാറാക്കാം. ഇതാ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരുന്ന സംഭവമില്ലേ, അത് ടൈറ്റാക്കി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ സേവ് ഇങ്ങനെ പുറത്തേക്ക് വരും.
അപ്പോൾ ലൂസാക്കി വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കളർ മാറിയൊരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ പുറത്ത് വെച്ചാൽ തന്നെ കുറച്ചൊന്ന് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും, പുറത്ത് ആ ചൂടിൽ ഇതൊന്ന് വേവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു ഭാഗം ആയിക്കഴിഞ്ഞ് മറിച്ചിട്ട് ജസ്റ്റ് ആക്കി വേവിച്ചിട്ട് എടുക്കാം. ഇനി നമ്മൾ ബൂന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ അപ്പക്കോരിയില്ലേ അതിലേക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതാ നമ്മളൊരു സ്പൂണ് വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല തുള്ളി തുള്ളിയായിട്ട് കിട്ടും. അപ്പോൾ ഓവർ ലൂസാവരുത്, ഓവർ തിക്കും ആവരുത്. ഓവർ ലൂസായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓയിൽ പിടിച്ച് എടുക്കണ ഒരു പേപ്പറിലേക്കോ ഒരു ടിഷ്യൂലേക്കോ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്തു, അവസാനം കുറച്ച് കറിവേപ്പിലും കൂടിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സേവില്ലേ അത് ഇതാ നമ്മളൊരു പാത്രത്തിലേക്കോ ഒരു പേപ്പറിലേക്കോ നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. അപ്പോൾ ഇതാ കടലയുണ്ട്, കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മളെ മെഷീൻ കടലയും ഇട്ടിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബൂന്തിയും അതും കൂടിയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ടേസ്റ്റിന് നമ്മൾ എരിവും ഉപ്പൊക്കെ ചേർക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറവ് നമ്മളെ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് ആ മുളക് പൊടി എല്ലാം അതിലും മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തൊഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.